അതും നമ്മളിന്ന് സാധാരണ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ സർവൈവലിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ കാണിച്ചു തരാം ഗൈസ്. കുറേ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ചെയ്തു. കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. കുറേ വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് ചെയ്തത്. ഇവന്മാരുടെ എനിക്ക് ലഡ് കിട്ടും. എന്ത് വയ്ക്കുന്നു നമ്മുടെ എമറാൾഡില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവനെ കൊല്ലി വാങ്ങും. അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഇവന്മാർ അടിക്കത്തില്ല തോന്നുന്നു. ഒരിക്കുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈസിയാവും. ഇവൻ്റെ ഒറ്റ കളഞ്ഞു. അപ്പം അതും ഒരെണ്ണ എന്താണ് ഇല്ല അത് ഞാൻ നേരത്തെ ഓർമ്മ കിട്ടിയതായിരുന്നു. ഇതുപോലെ പക്ഷേ ഇപ്പം ഞാൻ നോക്കിയത് ഞാൻ ഇത്ര വെയിറ്റൊക്കെ പതിവില്ല. ഗൈസ് കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ നടത്തിട്ട് ഇത് എടുക്കാനും പറ്റുന്നില്ല. ഫുള്ളാണല്ലോ. ഇത് മാറ്റാം ഗൈസ്. നമുക്ക് മുഴുവനോട് കളയണമല്ലോ. കളയും നമ്മൾ. ഇത് നമുക്ക് അത്ര ആവശ്യമില്ല ഗൈസ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഇത് കിട്ടിയാൽ മതി. ഇതിപ്പോൾ വിളവായിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ എടുത്തു. തിരിച്ച് തടുന്നതിനുണ്ട് ലാവാക്കായ പെട്ടെന്ന് നല്ല എടുത്തിട്ട് ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ചില സമയത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തൊന്നും വരത്തില്ല. ഒന്നിരുന്നെങ്കിൽ നമുക്കാണെങ്കിൽ എന്തുവായിരുന്നു സാടലും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഗൈസ്. ഇത് നട്ടില്ല. ഇപ്പോൾ ഈ വെയിറ്റ് മാത്രം കാണാൻ പറ്റത്തില്ല. സ്ഥലമില്ല. ഇപ്പം നമുക്ക് കുറേ സീഡ്സ് കിട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ കോഴീനൊന്നും വേണം. കോഴിയുടെ അത്ര മതി. മനസ്സിലുണ്ടോ? അല്ലല്ലോ. കോഴീനെ പിടിച്ചിട്ട് നിനക്കൊരു കാര്യം അറിയാവാ? നമ്മൾ ഈ ഫെൻസ് വെക്കുന്നതിനെക്കാളും നല്ലത് എന്താണെന്ന് അറിയാവാ? കാണിച്ചാലോ. നമ്മളിങ്ങനെ വന്നിട്ടില്ലേ? അങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്ക് കാണിച്ചിട്ട് ഇത് കണ്ടോ? ഫസ്റ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു മീനെ പിടിച്ച് ഇവിടെ എത്തും. എന്നിട്ട് അവിടെ മുഴുവൻ കല്ലൊക്കെ വെച്ച് അവിടെ ചെയ്തിനെ എടുത്തിട്ട് ഇവിടെ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് മീനെ ഇട്ടിട്ട് പിന്നെ വേറെ ഒരെണ്ണത്തിനും കൂടെ ഇടണമെന്ന് തോന്നി. പിന്നെ എനിക്ക് കൂട്ടായിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതൊക്കെ ഇത് തപ്പാൻ വേണ്ടി കുറേ പോയി. നമ്മൾ ചത്ത് പിന്നെ അവിടുന്ന് എനിക്ക് കുറേ അടി പോയിട്ട് മേലോട്ട് വരാൻ സമയമില്ല. പിന്നെ ഞാൻ ചത്തുപോയി. അങ്ങനെ പ്രശ്നമുണ്ടായി. നമ്മുടെ നമ്മുടെ സോംബി ഫാം എനിക്ക് തോന്നുന്നു മറ്റന്നാളോ അത് അടുത്ത വീഡിയോയിലോ വരും. ഇത് പറയുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് വീഡിയോ ഇടാൻ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ നല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്. കണ്ടോ? ഇവിടുന്ന് കാണാൻ കുറച്ചും നല്ല. അവിടെ എന്ത് ചെയ്ത് ചുമ്മാ
വീഡിയോ ചുമ്മാ ഇരിക്കുന്നുണ്ട്. എനിക്ക് ചുമ്മാ ബോറടിക്കും ചുമ്മാ ഇരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് കണ്ടോ ഈ സ്റ്റാർട്ടർ സെറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമല്ലേ നമുക്ക്. എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതിനകത്ത് ഇറങ്ങണമല്ലോ എന്തെങ്കിലും ആവശ്യം വന്നാലും എന്തെങ്കിലും പൊട്ടിക്കാനോ പറ്റിക്കഴിഞ്ഞാൽ അത് മാറ്റാനോ അതൊക്കെ മീൻ ഇറക്കിയിടുന്ന ഒക്കെ ഇത് തുറന്നിട്ടായിരിക്കും ഗൈസ്. അത് നമുക്ക് അതിനകത്ത് ഇറങ്ങേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ ഷുഗർ കെയിൻ നട്ടു. പിന്നെ കുറേ വീറ്റ് എടുത്തു ഗൈസ്. 37 വെയിറ്റായി. വെയിറ്റ് കുറേ ആയി. അടുത്ത കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് കോഴി ഫാം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. ആണെങ്കിൽ പറ്റത്തുള്ളൂ ഗൈസ്. ഭയങ്കര പാടാണ്. രണ്ട് ഷവലുണ്ടാക്കും ഗൈസ്. കോഴി 1 2 വന്നില്ല 1 2 സെറ്റിങ്സാണ് ഗൈസ്. നമുക്കിനി എവിടെ കുഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫെൻസൊന്നും വേണ്ട. പശുവിനെ ഒക്കെ ഉണ്ടാകാം. പശുവിനെ പക്ഷേ കുറേ പിടിക്കണം. അതുമല്ല ഗൈസ്, ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. എന്നിട്ട് പറ്റിയിട്ടാണ് ചെയ്തത്. എന്നാലും നമ്മൾ മൈൻക്രാഫ്റ്റ് ഇല്ല സോഫേസ് മോൺ പറഞ്ഞ് നമുക്ക് വില കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു പട്ടി കുഞ്ഞിനെയായിരുന്നു. അത് വലുതായിപ്പോൾ അവനിരിക്കാൻ വേണ്ടി ഒരു സീറ്റ് വരെ ഉണ്ടാക്കി ഞാൻ. ഇനി ഇതിൻ്റെ അപ്പുറത്തൊരു കൂട് ഇവിടെ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ കോഴിയുടെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെയാണ്. അതിനുമ്പ് ഇവിടെ പോയിട്ട് ഒരു ആക്സും കൂടെ ഉണ്ടാക്കി അവിടെയുള്ള ഫെൻസെല്ലാം അങ്ങ് പൊളിച്ചെടുക്കാൻ നമുക്ക് ആവശ്യമില്ല. ഇത് കളക്ട് ചെയ്യാൻ അതാണ് നല്ല. നമുക്ക് ആവശ്യമില്ല. ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കളയാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വുഡ് മുഴുവനാണ് ഈ സാധനം ആക്കിയിട്ടേക്കുന്നത്. വുഡ് കുറേ പോയി കഴിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. കുറേ ഞാൻ എടുത്തില്ല. നടത്തില്ല. തിരിച്ചെടുത്തിട്ട് വീണ്ടും പൊട്ടിക്കേണ്ട. ഇതൊരു പാടാണ്. നമുക്ക് ഒരു പട്ടീനെ കൂടെ ടേൺ ചേട്ടാ കുഞ്ഞ് പ്രസവിപ്പിച്ചാലോ എന്നുവെച്ചാൽ നമുക്ക് അതിനും ടൈം കിട്ടി. 2 ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പെൺപറ്റി പ്രസവിക്കും ഗൈസ്. അത് നമുക്ക് എടുത്തിട്ട് ഇവിടെ വച്ചിട്ട് എന്ത് ഫുഡ് കൊടുക്കാം. നമുക്ക് രാവിലെ ടൈം ചെയ്യാം. ഒരു ഐശ്വര്യം കിട്ടുന്നുള്ളൂ ഗൈസ്. Respawn point set. You can only sleep at night and during thunderstorms. Respawn point set. ഉറങ്ങാൻ പറ്റുന്നില്ല. Only sleep at night and during thunderstorms. Respawn point set. ഉറങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ എനിക്കറിയാം. Respawn point set. അതിൽ ഇപ്പോൾ അപ്ഡേറ്റ് നമ്മുടെ പട്ടി നമ്മൾ ഉറങ്ങുമ്പോൾ അതിന് എണീറ്റ് ചെയ്യുന്ന ചിലപ്പോൾ അത് നമ്മുടെ കൂടെ കിടക്കും കഴിച്ച്. നല്ല ആനിമേഷനാണ്. നമുക്ക് അവനെ പിടിക്കാം. വാട്ടാടി. പക്ഷേ ആണിനെ പെണ്ണിനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ആണിനെ പെണ്ണിനെ മറന്ന് പോയിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മാറിപ്പോയി. മറന്ന് പോയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
ചെയ്യണമല്ലോ. ആണിന് ഈ കളർ കൊടുക്കാം. ആണിന് ഈ കളർ കൊടുക്കണമെങ്കിൽ ഇത് മാറ്റാം. ഈ കളർ കൊടുക്കാം. പെണ്ണിനെന്ത് കളർ കൊടുക്കും? പെണ്ണിൻ്റെ കളർ കൊടുക്കാം. പെണ്ണിൻ്റെ കളറ് ഇതുവായിരുന്നു. പിങ്കാണ്. പിങ്കാണെന്ന് എനിക്ക് തോന്നുന്നു. അടിയടി കൊല്ലടി ഓട്. ഫാസ്റ്റ് ആവട്ടെ. കൊല്ലേ. എനിക്ക് ഈസിയാണ്. തോയി തൊട്ടാൽ മതി. ഇവര് കുറേ ഉണ്ടല്ലോ. കുഴപ്പമില്ല. യെസ് പിങ്ക് ഓൺ ദ വേ ആണ് ഗൈസ്. ഇത് കളറാക്കാം. എന്നിട്ട് ഇത് കളറായിട്ട് മാറ്റാം. നമ്മളെന്തെയും ഗൈസ് നമുക്കൊരു പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുറേ ഉള്ളതുകൊണ്ട് കളയാം. ഒരു പിങ്ക് കളർ കൊടുക്കുമല്ലോ. പിങ്കല്ല, എന്താ പർപ്പിൾ പോലത്തെ കളർ കിട്ടിയ പിങ്ക് അടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഓടുക ഗൈസ്. ഞാനിപ്പോൾ നിങ്ങളടുത്ത് മിണ്ടിയോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. സോറി. നമുക്കിപ്പോൾ ഒരു അയൺ ആർമർ ആവാം കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് കാണിക്കാം. അവിടെ രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ്. രണ്ടുപേരും കാണാൻ നല്ല രസമല്ലേ. കൊടുക്കാം. 1 2 കുഞ്ഞു വരും. കുഞ്ഞിനൊരു കളർ കൊടുക്കാം. കുഞ്ഞിന് റെഡ് കൊടുക്കാം ഗൈസ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ റെഡ് കളറല്ലേ ഉള്ള? അതിൻ്റെ അകത്ത് ഓൾറെഡി റെഡ്. അയ്യോ ഗൈസ്, മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യത്തില്ല ഗൈസ്. മണ്ടത്തരം കഴിയും. വാ മഞ്ഞ കണ്ടുപിടിക്കട്ടെ. മഞ്ഞ രണ്ടെണ്ണം എടുക്കണ്ടായിരുന്നു. നമ്മൾ അവിടെ പോണം. കുഴപ്പമില്ല, മതിയെ പോയാൽ മതി. എനിക്ക് പോകണമെന്ന് വേണ്ട. അയ്യോ മതി പോയാ. പട്ടി ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ പെറ്റിരുന്ന നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവനെ അതിനെ പോലെ കൊല്ലും. അതാണ് പട്ടികളുടെ കുഴപ്പം. കൊടുക്കാം. കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന കളർ ഇനി റെഡ് തന്നെ അടക്കട്ടെ. കുഴപ്പമില്ല. ഇനി നമുക്ക് നേരെ ഫുൾ ആർമർ ആകാൻ പറ്റത്തില്ല. ഞാൻ ഷീർ ഉണ്ടാക്കിയപ്പം ഞാൻ അതിൻ്റെ കാര്യം മാറുന്നത്. അതുകൊണ്ട് ഫുള്ളാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇത് ഇടാം. ഇത് നമുക്ക് ആവശ്യമില്ല ഗൈസ്. റിച്ചായി കുഴപ്പമില്ല. കുറച്ചുകൂടെ മതിയായിരുന്നു.
ഇല്ല, നമുക്ക് ഫുള്ളാവുമ്പോൾ ഇടാം. ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിച്ചത്, അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഞാൻ അത് എന്തുവാ ഇവിടെ വെച്ചിട്ട് വരാൻ മറന്നല്ല. യുവന്മാരെ ഞാനിവിടെ ഫാമിലി ആയിട്ട് നമുക്ക് ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ ഒരു കാണാൻ രസമുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചു ഗൈസ്. ഇത് ചെയ്യാനാണ് മറന്നു. ഇത് 1 2 3 4 ഗൈസ്. ഞാനാണെങ്കിൽ കണ്ടത് കുറച്ച് പിടിക്കുന്നത് അത് സെറ്റിങ്സ് മാറ്റിയതുകൊണ്ട് നമുക്ക് നേരത്താണ് നമുക്ക് രാത്രി വർക്ക് ചെയ്യുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, പതിയെ ചെയ്യാനും പറ്റത്തില്ല. ഇതൊരു സ്ഥലം ഇവിടുന്ന് മാറ്റി ചേർന്ന് പ്രശ്നമായല്ലായിരിക്കും. ഞാനത് ഫുള്ള് ഷേപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. ഞാനാണെങ്കിൽ ഇവിടെ ഫുള്ള് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ വെച്ചു, പിന്നെ കോഴിക്കൊക്കെ ഒഴിക്കാൻ സ്ഥലം കൊടുത്തു. പിന്നെ സ്റ്റെയർ കേസ് വെച്ച് ഇവിടെ ഒരു പൊക്കം കൂടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു എന്തുവായിരുന്നു നമ്മൾ 2 ഡോറ് വെക്കും ഗൈസ്. ഇവിടെ ഡോറ് തുറന്നായിരിക്കും നമ്മൾ അകത്തോട്ട് കയറുന്നത് ഗൈസ്. കുളിച്ച് കളഞ്ഞിട്ട് റീബിൽഡ് ചെയ്യണം ഗൈസ്. ഇത് ഫുള്ള് ചിലട്ട് കാണാം. ഇത് ഫുള്ള് പൊളിച്ചു. ഇനി ഇതും കൂടെ ചെയ്യണം ഗൈസ്. പതിയെ ചെയ്യാം ഗൈസ്. പതിയെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പേ ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഗൈസ്. മാറ്റിയിട്ട് 1 2 ഇതും മാറ്റിയിട്ട് 1 2 1 1 1 1 പതിയെ വെച്ച് പോവാം ഗൈസ്. ചെറിയൊരു പാടുണ്ട് ഗൈസ്, കുഴപ്പമില്ലാത്ത പരിപാടിയാ. അത്ര കുഴപ്പമൊന്നുമില്ല, ഈസിയാ. എൻ്റെ മണ്ടയ്ക്ക് പണിയണം, അതാണ് കുറച്ച് വലിയ പാടും. കുറച്ചല്ല, നല്ല വലിയ പണി. ഇങ്ങനെ പൊട്ടിച്ചളിയും. ട്രീയുടെ ലീവ്സ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ.
ഈ ട്രീന്ന് തന്നെ വേണമെന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് പൊട്ടിച്ചളഞ്ഞേക്കാം. ഈ ട്രീന്ന് വേണമെന്നില്ല, നമുക്കിത് പൊട്ടിച്ചളയാം. നമുക്ക് അവിടെ പരിപാടി തീർന്നിട്ടില്ല. ഒരു പക്കവും കൂടെ എനിക്ക് വേണം, ഒരു പക്കവും കൂടെ വേണമെന്ന് തോന്നുന്നു ഉണ്ടെങ്കിലും, പക്ഷെ എനിക്ക് ആവശ്യമില്ല. നമുക്ക് ട്രീയുടെ ലീവ്സ് എടുക്കാം, അത് കുറേ വേണം കേട്ടോ, അല്ലാതെ നമുക്ക് പറ്റത്തില്ല പിടിച്ചു നിൽക്കാനേ. പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉണ്ടാക്കാനുണ്ടെങ്കിൽ ആളൊക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര ഡെക്കറേഷൻ ബ്ലോക്കാന്നൊക്കെ പറയാം. ഇതിൻ്റെ ടോപ്പ് മാത്രം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് മാത്രം എടുത്ത് മരം വെട്ടാൻ ഈസി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ആവശ്യം തൊട്ടാൽ മതി, അപ്പോൾ നല്ല സ്പീഡില്ല പൊട്ടി പോകുന്നത്. അങ്ങനല്ല, 2-3 ഇരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ നോക്കണം. നല്ല ഫാസ്റ്റ് എൻ്റെ കയ്യിൽ എത്ര എണ്ണം കിട്ടും നോക്കിട്ട്. 56 കിട്ടുന്നു, ഇല്ല വലുതാ. ചുമ്മാ തുടങ്ങുമ്പോൾ വെള്ളം പൊട്ടുക ഫുള്ളായി. ഇനി ഇതുകൊണ്ട് വെച്ചിട്ട് പൊട്ടിക്കാം. 1 മിനിറ്റ്, നമുക്കിവിടെ വേറെ പണിയൊന്നും ഇത് കാണാൻ രസമില്ല. ഇത് വേറെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇവിടെ വെക്കണം. വേണ്ട ഇങ്ങനെ കയറിയിട്ട് ഒന്നുകൂടെ വെക്കാം. കൈ വേദനടുങ്ങി ചെറുതായിട്ട്, ചെറിയ പണിയുള്ളെങ്കിലും കാണുന്ന എങ്ങനെയാണ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പാടറിയുന്നത്. പിന്നെ ഞാനൊരു കാര്യം ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് വെച്ച് ഇങ്ങനെ ഡെക്കറേഷൻ ബ്ലോക്ക് നല്ല രസം. എന്നിട്ട് ഇനി കവർ ചെയ്യാം, ഇത് കവർ ചെയ്താലോ അല്ലേ നമ്മൾ കവർ ചെയ്തോണ്ട് പോവാണ്. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മതി പൈസ മതി ഗൈസ്. ഓക്കെ, സെറ്റ് എല്ലാം സെറ്റായി, ഫുൾ സെറ്റ്. എനിക്ക് ഇത്ര മതി, ഇത്ര അല്ല ഇനിയും വേണം. വീണ്ടും കുറേ മണ്ടത്തരം കാണിച്ചു തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഇത് മൂടണം. വലിയൊരു അക്വേറിയം പോലെ പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞങ്ങളുടെ വലിയൊരു അക്വേറിയം ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ പറഞ്ഞു തന്നെ റിസോഴ്സസ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാകും ഗൈസ്, ഉറപ്പായിട്ടും ഉണ്ടാകില്ല. അതിനായിട്ട് ഇത് ആവശ്യമില്ല ഗൈസ്, ഒട്ടും ആവശ്യമില്ല. കുറേ ട്രീ നിൽക്കുന്നുണ്ട്. ആവശ്യമില്ല, നമ്മളെന്തായാലും ചിലപ്പോൾ ഇവിടെയുള്ള ട്രീ മുഴുവനും എടുക്കും.
ചിലപ്പോൾ അല്ല, പക്ഷെ നമ്മൾ ഫുള്ള് എടുക്കേണ്ട വരും നമുക്ക്. ഫുള്ള് സെറ്റ് നമ്മളിന്ന് പരിപാടി എടുക്കണം. കുഴപ്പമില്ല, ഈസി ആവണം. ഈസി ഇതൊക്കെ ഈസിയാണ്, പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ കോഴികളെ കിട്ടാനാണ് പാട്. നമുക്ക് വേണ്ട സമയത്തൊക്കെ കാണും. ഇപ്പോൾ ഒരെണ്ണത്തിന് അന്ന് കിട്ടിയത് കൊണ്ട് ഞാനത് അങ്ങനെ വീട്ടിൽ പൂട്ടിയിട്ടായിരുന്നു. കാണിച്ചാന്നെനിക്ക് അത്ര ഓർമ്മയില്ല. കാണിച്ചാന്ന് എനിക്ക് തോന്നുന്നുള്ളത്, ഉറപ്പില്ല. കാര്യം ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ചെറിയതായിട്ടൊരു വലിയ ബിൽഡ് പോലെ വന്നു. ബിൽഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ടോർച്ച് വെക്കാം. 2-3 വർഷം അങ്ങോട്ടും കൊണ്ട് വെച്ചാണ്. കുറച്ച് ലൈറ്റ് പോകുന്നുള്ളൂ. 1 2 3 4 5. ഇവിടെ ഇത് വെച്ചപ്പോൾ കുറച്ച് ലൈറ്റ് പോയി, അതുകൊണ്ടാണ്. എല്ലാം സെറ്റ്, ഫുൾ സെറ്റ്. അടുത്ത പരിപാടി എന്തുവാന്ന് നല്ലത് ചോദിച്ചാൽ ഓർമ്മയില്ല. നമ്മളൊരു മണ്ടത്തരം ചെയ്തു. ഇല്ല അതങ്ങനെ തോന്നി ചോദിച്ചത്. ഞാൻ ചുമ്മാ മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല സത്യമായിട്ടും മനസ്സിലാവുന്നില്ല. എന്തോ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഉണ്ട് മണ്ടൊക്കെ ചെയ്യത് ഗൈസ്. വീണ്ടും എന്തെന്തോ പറ്റി. തിരിച്ച വേൾഡിൽ നിന്ന് വന്ന് നമുക്ക് വീണ്ടും മേളിലോട്ട് പോവാം. You are almost out of data storage space. Minecraft has protected access to this feature until you clear up additional storage space. Guys, ഒരു വേൾഡിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഗൈസ്, എൻ്റെ വേൾഡ് പോകാൻ തോന്നുന്നു ഗൈസ്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.